ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ അതിനു മുമ്പ് ഞാൻ പറയട്ടെ, ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോഴാണ് കണ്ടത് ചാനൽ എന്നുള്ള സ്പെല്ലിങ് ഒന്ന് തെറ്റിയിട്ടുണ്ട്, ഒരു എ വിട്ടു പോയിട്ടുണ്ട്. അപ്പോൾ ക്ഷമിക്കാം കേട്ടോ. ഇനി എനിക്കത് മാറ്റി എഴുതാനും എടുക്കാനും അറിയില്ല, കുട്ടികളൊക്കെ കിടന്നുറങ്ങി. അപ്പോൾ അതുകൊണ്ട് ക്ഷമിക്കുക, കാരണം അത് ഏറ്റു പറയുന്ന കുട്ടികളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ അത് പറയണത് കേട്ടോ. അങ്ങനെ ഇന്ന് രാവിലെ എണീറ്റു. അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ ഇന്ന് തിങ്കളാഴ്ച എന്നാണ്. പിന്നെ കുറേ പേരോട് ഞാൻ പറഞ്ഞു ഇന്ന് വ്യാഴാഴ്ചയാണെന്നൊക്കെ. അതായത് ഇന്നലെ ഒരു ദിവസം അവധി കിട്ടിയപ്പോൾ നമ്മുടെ മനസ്സിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാവരും കൂടിയുള്ള ഒരു ദിവസം ഒരു ഞായറാഴ്ചയാണല്ലോ, ബിസിനസ്സുകാരെ സംബന്ധിച്ച് ഒരു ഞായറാഴ്ചയാണ് അവധി. അപ്പോൾ നമ്മുടെ മനസ്സിൽ ഇന്നാണ് ആ ദിവസം എന്നായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നീട് ആരോ പറഞ്ഞപ്പോഴാണ് ഞാൻ ഇന്ന് വെള്ളിയാഴ്ചയാണെന്നുള്ളത് എനിക്ക് ഓർമ്മ വന്നത്. നാളെ ഇനിയിപ്പോൾ കുട്ടികളൊക്കെ ഇവിടെ ഉണ്ടാവും. നാളെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ കാണുന്ന ദിവസം. അപ്പോൾ ഇന്നും ഈ പറഞ്ഞ പോലെ നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് കമൻസ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഒരു കുട്ടി എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചു. കാരണം ആ കുട്ടിയുടെ അമ്മ ചാനൽ കാണുമ്പോൾ പറഞ്ഞു അത്രേ, എന്താ ഈ ആൻറ്റി എന്നും നല്ലൊരു ദിവസമായിരുന്നു എന്ന് പറയണേന്ന്. അപ്പോൾ അത് കേട്ടപ്പോൾ അപ്പോൾ ഈ ചാനൽ ഫുള്ള് കണ്ടു കഴിഞ്ഞപ്പോൾ ആ കുട്ടി പറഞ്ഞു അത്രേ, ഓ ഇതാണല്ലേ നല്ലൊരു ദിവസം എന്ന് പറഞ്ഞത്, ശരിയാ നല്ല ദിവസമായിരുന്നു എന്ന് പറഞ്ഞു. എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. അപ്പോൾ നമ്മുടെ മെയ് 1 ഇന്നലെ കലണ്ടർ മാറ്റി വെക്കേണ്ടതാണ്. ഇന്നലത്തെ ആ തിക്കും തിരക്കുകളും യാത്രകളും ഒക്കെ കൂടി ഇപ്പോൾ ഞാൻ ഇന്നേക്ക് അത് മാറ്റി. അപ്പോൾ രാവിലെ തന്നെ ഞാൻ കലണ്ടർ മാറ്റാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇത് നമ്മളുടെ സുലു എനിക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ജാനുവരി തൊട്ട് എൻ്റെ മേശപ്പുറത്ത് ഇരിക്കുന്നതാണ്. അപ്പോൾ ഞാനത് ഷോക്കേസിൻ്റെ ഉള്ളിലേക്ക് എടുത്ത് വെച്ചു എന്ന് മാത്രം. അപ്പോൾ ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് ആയി. അപ്പോൾ ഓരോ ദിവസം ഓരോ ഇതിലായിരുന്നു കലണ്ടറിൻ്റെ പിക്ചേഴ്സ് കേട്ടോ. അപ്പോൾ എനിക്കത് വലിയ ഇഷ്ടം. കുട്ടികൾ അതിൻ്റെ മുമ്പിൽ നിന്നിട്ട് ഇങ്ങനെ ഓരോന്ന് പറയും. അങ്ങനെ ഇതേ ഇവിടെ തോമു ഡ്രസ്സൊക്കെ മാറി അപ്പയുടെ അടുത്തേക്ക് വരും. അപ്പം കുളി കഴിഞ്ഞിട്ട് മുടി ഇങ്ങനെ സൈഡിൽ വരുമ്പോൾ അവന് വേറെ ചായ, അപ്പോൾ അവന് ഭയങ്കര നാണാട്ടോ. അപ്പോൾ അങ്ങനെ ഇതേ രാവിലെ വന്ന് അപ്പനോട് നിന്ന് കൊഞ്ചാണ്. അവൻ അപ്പമോനാണ് കേട്ടോ. അങ്ങനെ രാവിലെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പൂരിയായിരുന്നു. അപ്പോൾ പൂരി എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ ഉണ്ടാക്കും, അപ്പം കഴിക്കുമ്പോഴാണ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ചുങ്ങിപ്പോവും. അപ്പോൾ പൂരിക്ക് പരിപ്പ് കറിയായിരുന്നു. പിന്നെ കുട്ടികൾക്ക് ആർക്കോ പാച്ചൂരാന്ന് തോന്നിട്ട് നൂഡിൽസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ 9:30 ആയപ്പോഴേക്കും രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് കുട്ടികൾ പോകാൻ്റെ ഉഷാറായിട്ട് നിൽക്കണം. അങ്ങനെ അവരെ ഇന്ന് ഡാഡിയാണ് കൊണ്ടാക്കിയത്. അപ്പോൾ തോമുവിനൊരു വിഷമം, അപ്പ ഇല്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അപ്പയ്ക്ക് വേറെ പരിപാടിയുണ്ട്, അപ്പയ്ക്ക് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പേനെ അങ്ങോട്ട് ഒഴിവാക്കി അപ്പാപ്പനാണ് കൊണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ അപ്പാപ്പനാണെന്ന് ടൗണിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഒരു സാഹചര്യം അനുസരിച്ചാണ് കൊണ്ടാക്കുകയും കൊണ്ടുവരികയൊക്കെ ചെയ്യുക. ആരാണോ അതിലേ പോണത് അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് നിൽക്കുന്നത് അവർ കുട്ടികളുടെ കാര്യം ചെയ്യുക എന്നുള്ളത്. പിന്നെ രണ്ടുപേരും ഒരു സ്ഥലത്തായതുകൊണ്ട് ഭയങ്കര എളുപ്പമാണ്. അടുത്ത വർഷം തൊട്ടാണ് ഒരാൾ ഫസ്റ്റ് സ്കൂളിലും ഒരാൾ ഭാവൻസിലും വരാം. അപ്പം മിക്കവാറും ചാക്കോച്ചൻ ഫസ്റ്റ് സ്കൂളിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അങ്ങനെ രാവിലെ ഞാൻ ഇന്നലെ രാത്രിയിൽ എൻ്റെ തുണികൾ വാഷിംഗ് മെഷീനിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ഡിവൈൻ അത് ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് വരുമ്പോഴേക്കും ആ തുണികൾ അവിടെ വാഷിംഗ് കഴിഞ്ഞ് അവിടെ കിടന്നു. അപ്പോൾ ഞാൻ അതൊക്കെ എടുത്ത് തോരയിട്ടു. അപ്പോൾ അത് കഴിഞ്ഞ് തോരയിടുന്നതോട് കൂടിയിട്ട് അപ്പോൾ ഞാൻ പറയാറില്ല, എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ 5 പ്രാവശ്യമായിട്ടാണ് ഞാൻ ബിസിനസ്സിൻ്റെ കാര്യത്തിന് വേണ്ടി ഇരിക്കുക കേട്ടോ. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പൊന്നിരിക്കും. അപ്പോൾ ഞാൻ ഇന്ന് ഫോട്ടോസ് ഇട്ടില്ല എന്നുള്ളൂ. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞ് തുണി തോരയിട്ടോട് കൂടിയിട്ട് ഞാൻ മണി പ്ലാന്റിൻ്റെ അവിടേക്കൊന്ന് വന്നു. ഞാൻ കുറേ തൂങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു മണി പ്ലാന്റ് ഓരോ ചട്ടിയിൽ നിന്ന്. അതൊക്കെ ഞാൻ മുകളിലേക്ക് പടർത്തി വെച്ചു കണ്ടോ. ഇനി ഇവിടെ അങ്ങോട്ട് മാത്രമാണ് ഇനി ചെയ്യാനുള്ളത്. ഇവിടം വരെയുള്ളത് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ വെള്ളം സ്ഥിരം വരുന്ന കാരണം നല്ല നമ്മുടെ പണ്ടത്തെ മഷിച്ചെടിയാണ്. പണ്ട് സ്ലേറ്റൊക്കെ മായ്ക്കാൻ ഉപയോഗിച്ചിരുന്ന ചെടിയാണ് മഷിച്ചെടി. അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മുടെ പണ്ട് സ്കൂളിലൊക്കെ ഇങ്ങനെ പടർന്ന് കിടക്കുമ്പോൾ കുട്ടികളിങ്ങനെ പറിച്ച് കൊണ്ടുപോകുന്നത് കാണാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇതിങ്ങനെ കിടക്കേണ്ടി ഇനി അവിടെ വരെ ഒരു 5-6 ചട്ടിയെ ഞാൻ റെഡിയാക്കിയിട്ടുള്ളൂ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് രണ്ടാമത് ചെയ്യണം. അത് ഇതുപോലെ എപ്പോഴെങ്കിലും ഒരു സമയം കിട്ടുമ്പോൾ ഞാൻ ഓടി വരും കേട്ടോ. അങ്ങനെയാണ് എനിക്കൊരു ഇത്തിരി സമയം കിട്ടിയാൽ ഞാൻ ഓടി വരുന്ന ഒരു സ്ഥലം ഇവിടെയാണ്. ഇനിയിപ്പോൾ ഇവിടെ മാത്രം വന്നാൽ മതിയല്ലോ, അങ്ങേ സൈഡിലത്തെ ചെടികളൊക്കെ മാറ്റിയ കാരണം ആ വശത്തേക്ക് പോകണ്ട. അപ്പോൾ ഈ ചെടികൾ എന്താണെന്ന് അറിഞ്ഞുകൂടാ, ഒരു ചെറിയൊരു വാട്ടം പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ ഡോൺ പറഞ്ഞു സ്ഥലം ഒന്ന് മാറ്റി വെച്ച് നോക്കുന്നു. അപ്പോൾ ഞാനെടുത്ത് മാറ്റി വെച്ചതാണ്. അങ്ങനെ അലക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതോടുകൂടി കുട്ടികളുടെ പരിപാടികളും അകത്ത് കഴിഞ്ഞു. അപ്പോൾ ഇന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാത്തിൻ്റെയും ബാക്കി കറികൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ ഇന്ന് വേറെ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട, അതുമാത്രം ആഴ്ചയിൽ 2 ദിവസം നമുക്കങ്ങനെ വരും, ലെഫ്റ്റ് ഓവർ ഫുഡ് നമുക്ക് വരും. കാരണം എങ്ങനെ വന്നാലും ഒരിത്തിരി കറിയൊക്കെ ബാക്കി വരും. 3 നേരം 3 ഭക്ഷണമാകുമ്പോൾ എങ്ങനെ വന്നാലും എന്തെങ്കിലും ഒരു തരത്തിൽ ബാക്കി വരും.
തിരിച്ചെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ചോറ് ഉപ്പേരി ആണെങ്കിൽ ആ ഉപ്പേരി 3 നേരം എടുത്ത് കഴിയുമ്പോൾ അത് അങ്ങോട്ട് കഴിയും. പക്ഷേ ഇവിടെ ഈ പറഞ്ഞ പോലെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ഇന്നിപ്പോൾ പരിപ്പ് കറിയായിരുന്നു. ആ പരിപ്പ് കറി ബാക്കി വന്നു, ഇന്നലത്തെ ബാക്കി, രാത്രിയിലത്തെ ബാക്കി വന്നു. അപ്പോൾ എല്ലാം കൂടിയിട്ട് ഞാൻ പറഞ്ഞു ഇന്ന് അതെടുത്ത് അവസാനിപ്പിച്ചാൽ മതി. അപ്പോൾ ഇതാ ഇന്നലെ ഡിവൈൻ മുന്തിരി മറ്റേ ബോൾ ഗ്രേപ്സിന് വേണ്ടിയിട്ട് ജ്യൂസിന് വേണ്ടിയിട്ട് മുന്തിരി തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മൂപ്പരത് ഇന്നത്തെ പണികൾ ഇങ്ങനെയൊക്കെ ഓരോ പണികളായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഫുള്ള് അടിച്ച് ബോട്ടിലാക്കി വെച്ചു. ഡിംപിളിന് കുറച്ച് വോയിസ് ഓവർ കൊടുക്കാനുണ്ടായിരുന്നു. ഡിംപിൾ അതിന് വേണ്ടിയിട്ട് പോയി. ഞാൻ ഈ പറഞ്ഞ പോലെ ഇവിടുത്തെ ഫസ്റ്റ് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ മുറ്റത്തേക്ക് പോയി. അങ്ങനെ അത് കഴിഞ്ഞ് ഡാഡി വന്നു. ഫസ്റ്റ് പോസ്റ്റിങ് കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഡാഡി വന്നപ്പോൾ ഞാൻ ഡിവൈനോട് പറഞ്ഞു, ഡിവൈൻ ആദ്യത്തെ സംഭവങ്ങൾ പാക്ക് ചെയ്തോളൂ. അപ്പോൾ ഞങ്ങൾ സെക്ഷനായിട്ടിരിക്കുക. അപ്പോൾ ആദ്യം ഡിവൈൻ്റെ പാക്ക് ചെയ്ത് ഡിവൈൻ ചാക്കോച്ചനെയും കൊണ്ട് പോയി കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങളിത് ഈ ചാക്കോച്ചനെ കണ്ടോട്ടാ. ഇനി ചാക്കോച്ചൻ്റെ ഈ വേഷത്തിലല്ല നിങ്ങൾ കാണാം. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കുട്ടിയെ ശരിക്കും നോക്കിക്കോ, ഇനി വേറെ കുട്ടിയായിട്ട് താഴേക്ക് ഇറങ്ങി വരാം കേട്ടോ. അങ്ങനെ ഡിവൈൻ പോയതിന് ശേഷം ഞാൻ അടുത്ത സെറ്റിലേക്ക് ഇരുന്നു. അപ്പോൾ ഫസ്റ്റ് സെറ്റ് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഫോട്ടോ വീഡിയോസ് ഒന്നും എടുത്തില്ല. എനിക്ക് തുണി അലക്കണേൻ്റെ ഇടണേൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇത് സെറ്റുകളായിട്ട് ഞാൻ അറേഞ്ച് ചെയ്തതാണ് കേട്ടോ. എല്ലതും ഒന്നിനൊന്ന് മെച്ചാണ്. അപ്പോൾ ഈ നേരിയ ചെയിൻ, അതായത് എന്താ പറയുക, കഴുത്തിലിട്ടെന്ന് അറിയാത്ത പോലത്തെ നേരിയ ചെയിന് പറ്റിയ ലോക്കറ്റും സ്റ്റഡുകളുമാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് പറയാം. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ പറയാണ്ട് നമ്മളുടെ ഫോർമാറ്റ് അറിയാം. താഴെ കാണുന്ന നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയയ്ക്കുക, ഒരു ഹായ് അയച്ചു കഴിഞ്ഞാൽ ഞാനിതിൻ്റെ എന്താണ് നിങ്ങൾക്ക് ആവശ്യമെന്ന് വെച്ചാൽ അത് ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരും. അപ്പോൾ അധിക ഭാഗം ടൈപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ഈ മറ്റേ വോയിസ് റെക്കോർഡാകുമ്പോൾ, വോയിസ് മെസ്സേജ് ആകുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്കത് മുഴുവൻ കേട്ടിട്ട് ഞാൻ അതിൻ്റെ അടിയിൽ അത് ഞാൻ ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് അയക്കുക ചെയ്യാം. ഒരു 90% കുട്ടികളും ഇപ്പോൾ ടൈപ്പ് ചെയ്ത് അയക്കുകയാണ് കേട്ടോ ചെയ്യണം. എന്നാലും ബാക്കി അറിയാത്തവരോടായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ എന്തായാലും ലോക്കറ്റുകളുടെ ബോക്സ് എടുത്തപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഉള്ള ബോക്സിലത്തെ 2-3 എണ്ണം കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഇതൊക്കെ എന്താ പറയുക, മുമ്പ് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ഇങ്ങനത്തെ ഒരു പാറ്റേൺ ഡിംപിളിനുണ്ടായിരുന്നു. ഇത് നല്ല എന്താ പറയുക, ഇത് ശരിക്കും മെറ്റൽ പോലെയാണ് കേട്ടോ. കാണാൻ നല്ല ഭംഗിയാണ്. റൂബിയും മറ്റേ ഗ്രീൻ ജെയ്ഡും ആയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങളിത് നമ്മുടെ ചാക്കോച്ചനെ വിചാരിക്കും നിങ്ങൾ എന്തിനാണ് ഈ ഫോട്ടോ ഇട്ടേന്ന്. ഈ ഫോട്ടോ ഇട്ടത് എന്താണെന്ന് വെച്ചാൽ അടുത്ത ചാക്കോച്ചൻ്റെ ഒരു വരവുണ്ട്, ആ വരവിൽ വ്യത്യാസം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ എന്താ പറയുക, ചാക്കോച്ചൻ്റെ രൂപമൊക്കെ ഞങ്ങൾ മാറ്റിയെടുത്തു. ഞങ്ങളല്ല കേട്ടോ, ഡിവൈൻ ആ കൊണ്ടുപോയിട്ട് കഷ്ടപ്പെട്ട് ഇരുത്തി കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടാന്നൊക്കെ പറയുന്നുണ്ട്. എങ്ങനെയൊക്കെയോ നിങ്ങൾക്ക് കാണാം എങ്ങനെയാണ് ചാക്കോച്ചൻ്റെ മുടി വെട്ടിയെന്നുള്ളത് കേട്ടോ. നാളെ ഡിവൈൻ വീഡിയോ ഇടാണ്ടിരിക്കില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി മുടങ്ങാണ്ടിടണമെന്ന്. ഇതാ വരുന്നു കേട്ടോ ചാക്കോച്ചൻ. അപ്പോൾ അവരെന്നെ കണ്ടിട്ട് ഫേസ് കാണിച്ച് തരാണ്ട് ഓടുകയാണ് കേട്ടോ. ആ ഓടി പിന്നെ തിരിച്ച് വന്നിട്ടാണ് അവന് എന്നേക്കാൾ കൂടുതൽ അക്കിക്ക് കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടായിരുന്നു ബഹളം. അപ്പോൾ ഇത് ചാക്കോച്ചൻ കണ്ടോ. ചാക്കോച്ചൻ നമ്മുടെ കുട്ടി തോമൂൻ്റെ പോലെ തന്നെ ആയിട്ടുണ്ട്. മഷ്റൂമൊക്കെ വെട്ടി കുറച്ച് നേരം മെനക്കെട്ടു ഡിവൈൻ, എന്നാലും ഭംഗിയിൽ വെട്ടിയിട്ടോ. ഇതേ കണ്ട, ഇപ്പം ശരിക്കും മുടിയിരിയിട്ടില്ല. ഇത് ചേട്ടൻ വന്നതിന് ശേഷം കുറേ കഴിഞ്ഞിട്ട് എടുത്തതാണ്. അപ്പോൾ കുഴപ്പമില്ല, എന്താ പറയുക, വലിയ ഭംഗികേടൊന്നുമില്ല. എന്നാൽ പണ്ടത്തെ സ്റ്റൈൽ വേറെ, ഇത് വേറെ. ഇനിയിപ്പോൾ തിരിച്ച് പഴയ സ്റ്റൈലിലേക്ക് വരാൻ പറ്റുമോ എന്നുള്ളതാണ് ഞങ്ങൾക്കൊക്കെ ഒരു വിഷമട്ടോ. തോമൂൻ്റെ ഇതുപോലെ തന്നെയായിരുന്നു. പിന്നെ തിരിച്ച് പോകാനായിട്ട് ഇത്രയും പാട്, പക്ഷേ നല്ല ഭംഗിയിൽ കിടക്കും. അതുപോലെ കിടന്നാൽ നല്ലത്. അങ്ങനെ ഡാഡി ഇതേ ഉച്ചകാലത്തെ പോസ്റ്റിങ് കഴിഞ്ഞിട്ട് വരുമ്പോൾ ഡാഡി ഇതാ മറ്റേ കൊള്ളി വറുത്തത്, ഞാൻ പറയാറില്ലേ ഇവിടെ ഒരാൾ വറുക്കുന്നത്. അപ്പോൾ അതിപ്പോൾ ഡോൺ ഭക്ഷണമൊക്കെ കഴിച്ച് പോയി. അത് കഴിഞ്ഞ് 2:30-ക്കാണല്ലോ പോസ്റ്റിങ് കാര്യം കഴിഞ്ഞ് വരിക. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് സാധനങ്ങൾ നമുക്ക് പൊട്ടിച്ചിടാനൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ പണി ഞാനാണ് സാധാരണ ചെയ്യുക. അപ്പം മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ഓരോ ബോക്സും തുറന്ന് അതിലത്തെ സാധനങ്ങൾ ആവശ്യമുള്ളത് പൊട്ടിച്ചിട്ട് അല്ലാത്തത് മാറ്റി വെച്ച്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോഴാണ് മറ്റേ പച്ചരി കാണാനില്ല. അപ്പോൾ നോക്കിയപ്പോൾ വളരെ കുറച്ചുള്ളൂ. നമ്മൾ സാധാരണ അരയ്ക്കാനായിട്ട് ഇടുമ്പോൾ കുറേ ഇടാറുണ്ട്. അപ്പോൾ ഉള്ളത് നാളെ ദോശയ്ക്ക് അല്ല ഇഡലിക്ക് എന്തിട്ടാണ് ചെയ്യാന്ന് വെച്ചിട്ട് ഞാൻ കുതിരയിട്ടിട്ട് ഉഴുന്നും പച്ചരിയും മറ്റേ ഉലുവയും കൂടി ഇട്ട് ആ ഭാഗം അങ്ങോട്ട് ഒതുക്കി വെച്ച് പിന്നെ ഞാൻ നമ്മുടെ അടുത്ത സെക്ഷനിലേക്ക് കിടന്നു. അപ്പോൾ ഞാൻ ലോക്കറ്റുകളുടെ സെക്ഷനാണ് എടുത്തത്. പക്ഷേ എനിക്കത് മുഴിപ്പിക്കാൻ പറ്റിയില്ല കേട്ടോ. കാരണം എനിക്കിന്നൊരു ഗസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ പറയുക, ഒന്ന് കിടന്ന് ഉറങ്ങിപ്പോയി, ശരിക്കും ഉറങ്ങിപ്പോയി. ആ ഉറക്കം എണീറ്റത് 6:45-7 മണിയായി. അപ്പോൾ ഡാഡി വിചാരിച്ചു കിടന്ന് ഉറങ്ങിക്കോട്ടെ വെച്ചിട്ട് എന്നെ വിളിച്ചില്ല. പക്ഷേ എനിക്കത് ഭയങ്കര അപകടമാണ്. കാരണം ഇനി രാത്രി കുറേ ലേറ്റാവും, അതനുസരിച്ച് പിറ്റേ ദിവസം ലേറ്റാവും, അങ്ങനെയാണ്. അപ്പോൾ ഇതൊക്കെ ഗുരുവായൂരപ്പൻ്റെ ലോക്കറ്റുകളാണ് കേട്ടോ. അപ്പോൾ ലക്ഷ്മിയുടെ ഒരു സെക്ഷനുണ്ട്, ഗുരുവായൂരപ്പൻ്റെ ഉണ്ട്,
അപ്പോൾ ഇത് തകിട് പോലെയുള്ള സംഭവമാണ്. ഇപ്പുറത്തെ രണ്ടാമത് കാണിച്ചത് വളരെ നേരിയതാണ്. മൂന്നാമത് നടുക്കിരിക്കുന്നത് കോയിനാണ്, ശരിക്കും ഒരു പവൻ്റെ കോയിനാണ്. മറ്റേത് വളരെ ചെറുതും. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. നമ്മുടെ ഡിസൈനുള്ള ആനവാലിൻ്റെ വള ഇന്നിപ്പോൾ പ്ലേറ്റ് ചെയ്ത് വന്നിട്ടുള്ളൂ. അപ്പോൾ ഇത് സാധാരണ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്കത് അറിയില്ലായിരുന്നു. അപ്പോൾ തോമൂന് കാലുമ്പോൾ തള പോലെ ഒരെണ്ണം ഇട്ടപ്പോഴാണ് കുട്ടികളൊക്കെ ഇത് ഇങ്ങനെ തളയായിട്ട് കൊണ്ടുപോയി തുടങ്ങിയത്. ഇതല്ല കേട്ടോ, മറ്റേ പാറ്റേൺ. ഇത് ശരിക്കും വളയായിട്ട് ഇടാനാണ് നല്ലത്. കാരണം ആനവാലാണ്, എവിടെയെങ്കിലും തൊട്ട് വലിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിന് കംപ്ലൈൻറ്റ് പറ്റും. അപ്പോൾ അങ്ങനെ ഉറങ്ങി എണീറ്റു എല്ലാവരും ഉഷാറായി. വൈകുന്നേരത്തെ പരിപാടികൾ തുടങ്ങായിട്ടോ. അപ്പോൾ 3 പേർക്കും ഞാൻ പറഞ്ഞല്ലോ 3 വണ്ടിയാണ്. അപ്പോൾ പാച്ചുവിനെ ആ സമയത്ത് അപ്പ വിളിച്ചതാണ്. അപ്പോൾ രാവിലെയും വൈകിട്ടും ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. അപ്പോൾ ആ വിളിക്കുമ്പോൾ അപ്പയോട് കംപ്ലൈൻറ്റ് പറയണം, അത് അങ്ങനെ ഉണ്ടായി, ഇതിങ്ങനെ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അങ്ങനെ ഇത് നമ്മുടെ ഗോൾഡൻ മുത്തുകളാണ്. ഇത് ഷോപ്പുകളിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഗോൾഡനാണ്. കുട്ടികളുടെ കൈമിട്ടാലും കുഴപ്പമൊന്നുമില്ല. കുറച്ച് ഇടയ്ക്കിടയ്ക്കൊന്ന് റീപ്ലേറ്റ് ചെയ്യേണ്ടി വരും. ഈ ബ്ലാക്കിൻ്റെ അത്ര അത് നിൽക്കുമെന്ന് എനിക്കറിയില്ല. കാരണം ബ്ലാക്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇടയ്ക്ക് ഗോൾഡ് വരണുള്ളൂ, മറ്റേത് ഫുൾ ഗോൾഡാണ്. പക്ഷേ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അത് ശരിക്കും പറഞ്ഞാൽ 2 എണ്ണം വാങ്ങിക്കഴിഞ്ഞാൽ ഒരെണ്ണം ഇട്ട് അത് കളർ പോകുമ്പോൾ അടുത്തത് ഇടുമ്പോൾ ആദ്യത്തെ റീപ്ലേറ്റ് ചെയ്യാൻ കൊടുക്കാം. അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇടുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഓരോന്നും വേറെ വേറെ ഡിസൈനാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ആണ് ഞാൻ നാളെ ഇടാനായിട്ട് വിചാരിച്ചിട്ടുള്ളത്, അതായത് ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക്. അപ്പോൾ നിങ്ങൾ മറക്കാണ്ടത് കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ കാണാം. അപ്പോൾ ഞാൻ ഇതും പിന്നെ ലോക്ക് ബാംഗിൾസ് ഉണ്ട്, അതിൻ്റെയും കൂടിയിട്ട് വീഡിയോസാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഞാൻ കണ്ടമാനം വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിലും രണ്ടും കൂടി ഒറ്റ ഫോണിലായതുകൊണ്ട് എനിക്കത് വോയിസ് ഓവർ കൊടുക്കാനായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ട്. അപ്പോൾ ഇന്നലെ എനിക്ക് ഡിംപിൾ അത് ചെയ്തു തന്നെങ്കിലും ഇന്നേക്ക് എനിക്കത് പറ്റിയില്ല. എല്ലാവരും നല്ല തിരക്കിലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെല്ലാം കഴിഞ്ഞ് നാളെ പതുക്കെ അത് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനിവിടെ ബിസിനസ്സിന് ഇരിക്കുമ്പോഴാണ് നമ്മുടെ പിള്ളേരുകൾ ഈ കസേര വന്ന് ഇരിക്കുക, കസേരയിൽ വന്ന് ഇരിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ ഇരുന്നിട്ടുള്ള കളിയും ബഹളമാണ്. അപ്പോൾ കുറേ നേരം അവർ വണ്ടിയിൽ ഓടി നടക്കുമായിരുന്നു. പിന്നെ കുറച്ച് നേരം അവർ ഫോൺ കാണും, കുറച്ച് നേരം ടി വി കാണും. ഇന്ന് മുറ്റത്തേക്ക് ഇറങ്ങാൻ നിന്നില്ല, കാരണം നല്ല മഴ പെയ്യുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇറക്കണ്ടാച്ചു. ഇന്നലെ അപ്പാപ്പനും മക്കളും മുറ്റത്തിറങ്ങി കുറേ നേരം കളിച്ചു. അപ്പോൾ മഴയുള്ള ദിവസം നമുക്ക് പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ പിന്നെ മറ്റേ എന്താ പറയുക, സിറ്റ് ഔട്ടിലേക്കൊക്കെ വെള്ളം തെറിക്കുക. അപ്പോൾ വാതിൽ തുറന്നാലും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഹോച്ചു എണ്ണയിടാം കേട്ടോ. അപ്പോൾ ഹോച്ച എണ്ണയിടുമ്പോൾ ചാക്കോച്ചൻ ഒപ്പം നിന്നിട്ട് എണ്ണയിടാനായിട്ടൊക്കെ പറഞ്ഞു കൊടുക്കണം. അവനെല്ലാതും എല്ലാം ചെയ്യണം. സാധാരണ കുട്ടികളുടെ പോലെ വണ്ടിയുടെ പിന്നാലെ അങ്ങനെയല്ല, അവന് നമ്മളുടെ ചുറ്റും നടക്കുന്ന ഓരോ കാര്യങ്ങളും വീക്ഷിക്കുന്ന ഒരു സ്വഭാവമാണ് കേട്ടോ. അപ്പോൾ കയ്യുമ്മ പുരട്ടി കൊടുക്കാൻ പറഞ്ഞപ്പോൾ മൂപ്പര് കയ്യുമ്മ എണ്ണ പുരട്ടി കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് മൂപ്പര് ചെയ്യുക. അതിപ്പോൾ കിച്ചണിൽ വന്നാലും നമ്മൾ എന്തെങ്കിലും ചെയ്താൽ അത് ചെയ്യുക. അപ്പോൾ വാട്ടർ ബോട്ടിൽ വെള്ളം എടുത്ത് തലയിൽ കൂടെ കമത്തി, അപ്പോൾ മേലൊക്കെ നനഞ്ഞു. അപ്പോൾ ഡിവൈൻ ഇരട്ടി പനിയായി. അപ്പോൾ അതൊക്കെ ഊരി ഡിവൈൻ ഇനി കുളിപ്പിക്കാനായിട്ട് കൊണ്ടുപോകണം. അതോടുകൂടിയിട്ട് കൊണ്ടുപോകാമെന്നുള്ള ധാരണയിൽ ഡ്രസ്സൊക്കെ ഊരി. അപ്പോൾ ഞാനവിടെ കസേരയിലിരിക്കുമ്പോൾ എന്നോട് ഒളിച്ച് കളിക്കണത് ഈ കാണുന്നത് കേട്ടോ. അവൻ്റെ ഏറ്റവും വലിയ ഇഷ്ടമുള്ള കളിയാണ് ഒളിച്ച് കളിക്കുക എന്നുള്ളത്. ഭയങ്കര ഇഷ്ടമാണ്. എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ മമ്മി ഒളിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ഓടി വരും, കരച്ചിലൊക്കെ നിർത്തും. അങ്ങനെ കരയണ കൂട്ടത്തിലൊന്നും അല്ല കേട്ടോ. അങ്ങനെ ഞാൻ എല്ലാം കഴിഞ്ഞ് പരിയപ്പുറത്തേക്ക് വന്നപ്പോൾ, എല്ലാം കഴിഞ്ഞില്ല, പരിയപ്പുറത്തേക്ക് വന്നപ്പോൾ അവിടെയൊക്കെ ഈ ചെടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും, ഞാൻ പറഞ്ഞില്ലേ എനിക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കലായിരുന്നു എന്ന്. അപ്പോൾ അതൊക്കെ അവിടെ ഇരിക്കേണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ഊണ് കഴിഞ്ഞിട്ട് ഒതുക്കാമെന്ന്. അപ്പോൾ ഇന്ന് ഈ പറഞ്ഞ പോലെ ഊണിന് പോർക്ക് മാത്രം സ്പെഷ്യൽ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെയൊക്കെ നമ്മളുടെ അവിടെ ഉണ്ടായിരുന്ന ഭക്ഷണമായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വേറെ കൂടുതലായിട്ടുള്ള കറികളും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല, എല്ലാതും ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ചോറ് വെച്ചു. അപ്പോൾ ചോറ് വയ്ക്കുമ്പോൾ പിന്നെ എന്താ പറയുക, കറികളൊന്ന് കഴിഞ്ഞോളൂല്ലോ എന്ന് വിചാരിച്ചിട്ട്. ചപ്പാത്തി ആകുമ്പോൾ വീണ്ടും ചപ്പാത്തിക്ക് ഒരു കറി വെക്കണം, എന്നാൽ പോർക്കിറിച്ച് കൂട്ടിയിട്ട് ചപ്പാത്തി കഴിക്കാനും പറ്റില്ല. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇന്നത്തെ ദിവസമേ മറന്നിട്ടാണ് ഞാൻ കറികൾ ചെയ്തതെന്ന് പറഞ്ഞില്ലേ. അങ്ങനെ ഞാൻ എല്ലാം കഴിഞ്ഞപ്പോൾ പട്ടികൾക്കുള്ള ഭക്ഷണം റെഡിയാക്കി വെച്ച്. സാധാരണ നമ്മൾ നേരത്തെ കൊടുക്കാറാണ് പതിവ്, പക്ഷേ ആ സമയത്ത് നല്ല മഴയായിരുന്നു. ഇടിവെട്ടില്ല, മഴയുണ്ടായിരുന്നു. അപ്പോൾ ആ മഴയത്ത് കൊടുക്കണ്ടെന്ന് വെച്ചിട്ട് കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്തതാണ്. അപ്പോൾ ഞാൻ ഒളിച്ച് നിന്നു. അവൻ ടാറ്റ പറഞ്ഞ് ഗുഡ് നൈറ്റ് പറഞ്ഞ് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒളിച്ച് നിന്നപ്പോൾ എന്നെ കാണാൻ വേണ്ടി വന്നതാണ്. പിന്നെ എല്ലാവരോടും ഉമ്മ കൊടുത്ത് ടാറ്റ പറഞ്ഞ്, അപ്പോൾ അപ്പോട് വേറെ അറിയൂ എന്നൊക്കെ ചോദിച്ചിട്ട് പോവുകയാണ് കേട്ടോ. അവൻ ശരിക്ക് 1.5 വയസ്സ് കഴിഞ്ഞുള്ളെങ്കിലും പാച്ചുവിനെയും തോമൂനെയും അപേക്ഷിച്ച് നോക്കുമ്പോൾ അവൻ നല്ലോണം വർത്തമാനം കൂടുതൽ പറയുന്നുണ്ട്. കാരണം ഇവരുടെ കൂടെയുള്ള സഹവാസം, പിന്നെ ഞങ്ങളുടെ ഇടയിലാണ് ഫുൾ ടൈം. ഫോൺ അങ്ങനെ യൂസ് ചെയ്യണില്ല,
ടി വിയിൽ ഇങ്ങനെ ഓരോന്ന് കണ്ട് അതിൻ്റെ കൂടെ പറയുക, അങ്ങനെ ഭയങ്കര വ്യത്യാസം അവൻ കേട്ടോ. ഞങ്ങൾ പറയും 3 പേരുടെയും പോലെയല്ല അവൻ. ചേട്ടന്മാരുടെ കൂടെ ഇങ്ങനെ കളിച്ച് വളർന്ന കാരണമെന്ന് തോന്നുന്നുണ്ട്, അവൻ വേറൊരു പ്രകൃതിയാണ്. അങ്ങനെ ഞാൻ വേഗം മറ്റേ വെട്ടിക്കൊണ്ടുവന്ന മറ്റേ മണി പ്ലാന്റ് സംഭവമൊക്കെ എടുത്ത് പറ്റാവുന്ന പോലെ ഇതിനകത്ത് വെച്ചു. അപ്പോൾ ഇതൊന്ന് പിടിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കത് എന്തിലാണ് വേണ്ടതെന്ന് വെച്ചാൽ മാറ്റാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ നമ്മളുടെ ഫാഷൻ ഫ്രൂട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു, പാഷൻ ഫ്രൂട്ട്. അപ്പോൾ അത് പുറത്ത് കൊണ്ടുവന്ന് വെച്ചു. അതൊക്കെ ഇവിടെ നിന്ന് എനിക്ക് ഇന്നലെ ഫുൾ തിരക്കായതുകൊണ്ട് ഒന്നും മാറ്റി വയ്ക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇവിടുത്തെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് ഫുൾ അവിടെ ഒക്കെ ഒതുക്കി. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കിച്ചണിൽ കിടന്നത്. കിച്ചണിൽ കിടന്നപ്പോഴേക്കും പിള്ളേർ 2 പേരും കംപ്ലീറ്റ് ഒതുക്കി അവരുടെ കാര്യങ്ങൾ നോക്കി പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ച് എനിക്ക് 5 നേരം ഈ ഓർണമെൻറ്റ്സിൻ്റെ കൂടെ ഇരിക്കുക എന്നല്ലാണ്ട് അങ്ങനെ വേറെ ഒരു പണിയില്ല കേട്ടോ. പിന്നെ അലക്കുമ്പോൾ വല്ലതും തോരയിടുക അങ്ങനെയുള്ള സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഞാൻ എല്ലാ ഭാഗങ്ങളും കിടക്കണ നേരത്ത് ഞാൻ എല്ലാ സെക്ഷനും നോക്കൂട്ടോ. കാരണം ചില സമയത്ത് ഇവർ ചൂടാറാനുള്ള ഭക്ഷണം വെച്ചിട്ട് മമ്മി കിടക്കുമ്പോൾ അതൊന്നും എടുത്ത് വെച്ചോളൂ എന്ന് പറയും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമുക്കത് ശീലമായി, കാരണന്മാരാണല്ലോ വീട്ടിലെല്ലാ കാര്യങ്ങളും നോക്കുക. അങ്ങനെ ഇവിടെ വന്നപ്പോഴാണ് പിങ്ക് വെൽവെറ്റ് മറ്റേ ഇവരുടെ ബോഡി വാഷ് കഴിഞ്ഞിട്ട് അത് കുപ്പി വെച്ചിട്ട്. അപ്പോൾ നമ്മളമ്മമാർ ഇങ്ങനെ വീട്ടമ്മമാർ ഇങ്ങനെ തന്നെയാണ്, നമ്മളത് കമത്തി വയ്ക്കും, എന്നിട്ട് അടിയിൽ ഊറി വരുമ്പോൾ അതൊരു നേരത്തിന് ഉപയോഗിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അങ്ങനെ ഉപയോഗിക്കും. അതിപ്പോൾ ഈ കാണുന്ന ഒട്ടുമിക്ക പേരും ഇങ്ങനെ തന്നെയാവും ചെയ്യുന്നുണ്ടാവും. അതിപ്പോൾ എണ്ണക്കുപ്പി ആയാലും നമ്മളതൊന്ന് ലാസ്റ്റ് വരുമ്പോൾ അതൊന്ന് കമത്തി വയ്ക്കും, എന്നിട്ട് അതിൽ ഊറി വരുന്ന എണ്ണ ഒരു ദിവസത്തെ ഒരു കാര്യത്തിന് നമ്മൾ എടുക്കുക. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ എന്താ പറയുക, മാക്സിമം നമ്മൾ കാര്യങ്ങളൊക്കെ നോക്കുക. അതാണ് അതിൻ്റെ ഭംഗി. കാരണം അങ്ങനെ ആയിരിക്കണം, നമ്മൾ ഓരോ തുള്ളിയും ഉപയോഗിക്കണം, വേസ്റ്റാക്കി കളയരുത്. ഞാൻ ചിലയിടത്തൊക്കെ കണ്ടിട്ടുണ്ട് കുപ്പിയുടെ അടിയിലൊക്കെ കുറേ ഉണ്ടാവും അതിങ്ങനെ കളയണത്. ഒരു നേരത്തേക്ക് പറ്റിയെന്ന് വെച്ചാൽ ആ ഒരു നേരത്തെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, യാതൊരു കുഴപ്പമില്ല. നമ്മുടെ വീട്ടിൽ നമ്മൾ വാങ്ങിക്കുന്ന സാധനങ്ങളല്ലേ. അപ്പോൾ ഇത് നമ്മുടെ ക്ലിപ്പ് ബാംഗിൾസാണ്. ഇതിൻ്റെ വീഡിയോ ഇന്ന് ഉച്ചയ്ക്ക്, അതായത് നിങ്ങൾ 2 മണിയാകുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട് ഡ്രീം കളക്ഷൻസിൻ്റെ വീഡിയോസ്. അപ്പോൾ 20 ദിവസം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടെങ്കിലും പിന്നെ അതിൻ്റെ ഇടയിൽ എനിക്ക് വിട്ടുപോയി. അപ്പോൾ ഞാൻ ചിലത് റിപ്പീറ്റൊക്കെയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതായത് സാധനങ്ങളൊന്നും തന്നെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ആയിട്ടുള്ളതാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഞാൻ വീണ്ടും പുതിയ സംഭവങ്ങൾ ഇടാണ്. അപ്പോൾ നിങ്ങൾ മറക്കാണ്ട് കാണാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഭയങ്കര ഭംഗിയുള്ളതാണ്. നവരത്നത്തിൻ്റെ നല്ല ഭംഗിയുള്ള സെക്കൻഡ് സ്റ്റഡായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം, കമ്മലായിട്ടിടാം, മൂക്കുത്തിയായിട്ട് വേണമെങ്കിലും ഇടാം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതൊക്കെ ഞാൻ നാളേക്ക് വേണ്ടി പാക്ക് ചെയ്യാനായിട്ട് എടുത്ത് വെച്ച സാധനങ്ങളാണ്. നിങ്ങൾക്കറിയാലോ എൻ്റെ അഞ്ചാമത്തെ സമയം രാത്രിന്, അതായത് ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പുണ്ടാവും, പിന്നെ നമ്മുടെ ലഞ്ചിന് മുമ്പുണ്ടാവും, ലഞ്ചിന് ശേഷം ഉണ്ടാവും, ഒരു 7 മണിയാകുമ്പോൾ ഉണ്ടാവും, അത് കഴിഞ്ഞാൽ ഈ സമയം. അങ്ങനെ 5 സമയമായിട്ടാണ് എൻ്റെ പാക്കിങ്ങിൻ്റെയും പിന്നെ മറ്റേ ഓർഡർ എടുക്കുന്നതിൻ്റെയും സമയം. അപ്പോൾ ഇതിൻ്റെ ഇടയിലാണ് ചില സമയത്ത് മെസ്സേജുകൾക്ക് റിപ്ലൈ കിട്ടാണ്ടിരിക്കുക. കാരണം ആ സമയം എൻ്റേതായ സമയമാണ്. അപ്പോൾ ഞാൻ പതുക്കെ മുറ്റത്തേക്കൊക്കെ ഇറങ്ങും. അപ്പോൾ ഇത് നോക്കിയ ടർക്കോയ്സ് ബ്ലൂവിൻ്റെ സെറ്റാണ് കേട്ടോ. അപ്പോൾ കുറേ പേര് എന്നോട് ടർക്കോയ്സ് ബ്ലൂ ചോദിച്ചായിരുന്നു. അപ്പോൾ ഇപ്പോൾ പുതിയ സെറ്റ് വന്നിട്ടുണ്ട്. പെട്ടെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് കിട്ടും. അതായത് കമ്മൽ, മോതിരം, ലോക്കറ്റ് ഒറ്റയ്ക്ക് കിട്ടൂല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അത് അല്ലെങ്കിൽ അത് ഭയങ്കര പ്രശ്നമാവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇന്നത്തെ പരിപാടി അങ്ങോട്ട് ഭംഗിയായിട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ നാളെ ക്ലാസ്സില്ലാത്ത ദിവസമാണ്. അപ്പോൾ ഇഡ്ഡലിക്ക് ഡിവൈൻ ആട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഇന്ന് ഡിംപിളിനോട് പറഞ്ഞേൽപ്പിച്ചു, മെസ്സേജ് അയച്ചിട്ടോ ചട്നി മാത്രം മതി, ഇനി സാമ്പാർ വേണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ അത് വെച്ചാൽ അതും ബാക്കി വരും. അപ്പോൾ മീൻകറിയിൽ ബാക്കിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നാളേക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ചാറ് കറിയുള്ള നിലയ്ക്ക് എന്തെങ്കിലും ഒന്നും എടുത്ത് വറുക്കുക, ഒന്നെങ്കിൽ വല്ല സോസേജോ അല്ലെങ്കിൽ മീൻ വറുത്തതോ എന്തെങ്കിലും വറുത്ത് കഴിഞ്ഞാൽ നാളത്തെ ഉച്ചയിലത്തെ പരിപാടിയും കഴിഞ്ഞു. പിന്നെ രാത്രിയിലത്തെ കാര്യം അപ്പോഴല്ലേ വേണ്ടു. അപ്പോൾ എല്ലാവർക്കും ശനി ഞായറാണ്, ആഘോഷങ്ങളുടെ ദിവസങ്ങളാണ്. എല്ലാവരും മാക്സിമം എൻജോയ് ചെയ്യുക. അപ്പോൾ നമുക്ക് നാളെ ഒരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.